കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കുറുക്കന്റെ പരിഹാസം. ഒരു മാളത്തിൽ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. മാളത്തിനടുത്ത് വരുന്ന ജീവികളെയൊക്കെ പിടിച്ചു തിന്ന് അവൻ സുഖമായി ജീവിക്കുകയാണ്. ഒരു ദിവസം മാളത്തിന് പുറത്തിരിക്കുമ്പോൾ കുറുക്കൻ വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. നീണ്ട കൊക്കും അതിലേറെ നീണ്ട കാലുകളുമുള്ള ഒരു പക്ഷി ഒറ്റക്കാലിൽ ധ്യാന നിമഗ്നനായി നിൽക്കുകയാണ്. ആ പക്ഷി ഒരു കൊക്കായിരുന്നു. അത് കണ്ട് കുറുക്കന് ഒരു തമാശ തോന്നി. കുറുക്കനാണെങ്കിലോ ആ പക്ഷിയെ ഒന്ന് കളിയാക്കണമെന്ന് നിശ്ചയിച്ചു. അവൻ ആ പക്ഷിയോട് വിശേഷങ്ങൾ ചോദിച്ചറിയാനായി അങ്ങോട്ട് പോയി. കുറുക്കൻ പക്ഷിയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. തവളകളെ തനിക്ക് വളരെ ഇഷ്ടമാണെന്നും അവയെ പിടിക്കാനായിട്ടാണ് അവിടെ വന്നതെന്നും ആ പക്ഷി കുറുക്കനോടും പറഞ്ഞു. കുറുക്കൻ കൊക്കിനോട് ചോദിച്ചു, സുഹൃത്തെ, അടുത്ത ദിവസം നീ ഇവിടെ വരികയാണെങ്കിൽ ഞാൻ കുറെ തവളകളെ പിടിച്ച് പാകപ്പെടുത്തി വെക്കാം. കുറുക്കൻ അങ്ങനെ ആ പക്ഷിയെ വിരുന്നിന് ക്ഷണിച്ചു. ആ സംസാരത്തിന് ശേഷം അന്നവർ പിരിഞ്ഞു. പിറ്റേ ദിവസം കൊക്ക് കുറുക്കന്റെ സൽക്കാരം സ്വീകരിച്ച് കുറുക്കന്റെ വീട്ടിലെത്തി. കുറുക്കൻ കൊക്കിനെ സ്വാഗതം ചെയ്തു. മേശപ്പുറത്ത് കുറുക്കൻ 2 പരന്ന പാത്രങ്ങളിൽ തവള സൂപ്പ് ഒഴിച്ചു വെച്ചു. എന്നിട്ട് സ്നേഹപൂർവ്വം കൊക്കിനെ കഴിക്കാനായി നിർബന്ധിച്ചു. പക്ഷേ കൊക്കിന് ആ പരന്ന പാത്രത്തിൽ നിന്ന് എന്തെങ്കിലും കുടിക്കാൻ സാധിക്കുമോ? കുറുക്കൻ തന്നെത്താൻ ആ സൂപ്പ് മുഴുവൻ അകത്താക്കി. എന്നിട്ട്, എങ്ങനെയുണ്ട് സൂപ്പ്? കുറുക്കൻ ഉള്ളിൽ ചിരിയോടെ കൊക്കിനോട് ചോദിച്ചു. പാവം കൊക്ക്. അവൻ മറുപടി പറഞ്ഞു, വളരെ നന്നായിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ തവളസൂപ്പിന്റെ രുചി പോലും അറിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ കുറുക്കൻ ആ പ്രവൃത്തിയിലൂടെ കൊക്കിനെ പരിഹസിക്കുകയായിരുന്നു. കുറുക്കൻ തന്റെ കഴിവുകേടിനെ കളിയാക്കിയതാണെന്ന് കൊക്കിന് മനസ്സിലായി. അവൻ അതിന് പകരം വീട്ടാൻ തന്നെ നിശ്ചയിച്ചു. പിറ്റേന്ന് കുറുക്കന് വിരുന്ന് നൽകാൻ കൊക്കു തീരുമാനിച്ചു. വിരുന്നിനായി അവൻ കുറുക്കനെ ക്ഷണിക്കുകയും ചെയ്തു. രസകരമായ ഒരു ഭക്ഷണം കുറുക്കന് വേണ്ടി താൻ പാകപ്പെടുത്തി വെക്കുന്നുണ്ടെന്നും തീർച്ചയായും വരണമെന്നും കൊക്ക് കുറുക്കനോട് അഭ്യർത്ഥിച്ചു. കുറുക്കൻ ക്ഷണം സ്വീകരിച്ചു. പിറ്റേന്ന് കുറുക്കൻ കൊക്കിന്റെ വീട്ടിൽ വിരുന്നിനെത്തി. കൊക്ക് കുറുക്കനെ സ്വീകരിച്ച് ഭക്ഷണത്തിനിരുത്തി. കഴുത്തിടുങ്ങിയ 2 ഭരണികളിലായാണ് കൊക്ക് അന്ന് ആഹാരം വിളമ്പിയത്. രുചികരമായ ആഹാരത്തിന്റെ മണം കേട്ടപ്പോൾ കുറുക്കന്റെ വായിൽ വെള്ളമൂറി. കൊക്കാണെങ്കിലോ തന്റെ നീണ്ട ചുണ്ട് ഭരണിക്കകത്തേക്കിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കുടുസായ പാത്രത്തിലേക്ക് കുറുക്കൻ തന്റെ തല കടത്താൻ എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല. കൊക്ക് ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർത്തു. കുറുക്കൻ വിശപ്പും നാണക്കേടും സഹിച്ച് അങ്ങനെ അനങ്ങാതിരുന്നു. കൊക്ക് തന്റെ സൽക്കാരം സ്വീകരിച്ച കുറുക്കനോട് നന്ദി പറഞ്ഞു. സത്യത്തിൽ കുറുക്കന്റെ ദയനീയമായ ഇരിപ്പ് കണ്ട് കൊക്കിന് ചിരി വന്നു. കുറുക്കനാണെങ്കിലോ തന്റെ മാളത്തിലേക്ക് വിഷമത്തോടെ മടങ്ങി. അങ്ങനെ കൊക്കിനെ കളിയാക്കിയതിന്റെ തിരിച്ചടി കുറുക്കൻ ശരിക്കും അനുഭവിച്ചു. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? മറ്റൊരാളുടെ കഴിവുകേടിനെ പരിഹസിക്കുമ്പോൾ നാം ഒരിക്കലും ചിന്തിക്കാറില്ല നമുക്കും ചില കഴിവുകേടുകൾ ഉണ്ടെന്ന്. ആരുടെയും കഴിവുകേടിനെ നാം ഒരിക്കലും പരിഹസിക്കാൻ പോകരുത്.